ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് എണീറ്റു. രാവിലെ എണീറ്റ് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മനസ്സിലായേ, അത്യാവശ്യം നല്ലോണം തല വേദനിച്ചും കൊണ്ടാണ് ഞാൻ എണീക്കുന്നതെന്ന്. ഒരു 6-7 വർഷം മുന്നേ വരെ എനിക്ക് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു തലവേദന. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തലയുള്ള എല്ലാ മനുഷ്യന്മാർക്കും അത് വേദനിക്കും, എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണോന്ന്. പക്ഷെ പിന്നെയാണ് കുറേ ചെക്കപ്പും കാര്യത്തിനൊക്കെ ശേഷം എനിക്ക് മൈഗ്രെയിനും സൈനസിൻ്റെ ഒക്കെ നല്ല ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൈഗ്രെയിന് ഓരോരുത്തർക്കും ഓരോ ട്രിഗറിങ് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. ഇപ്പം എനിക്കത് സൺലൈറ്റ് ആയിരുന്നു, പിന്നെ ചൂടും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വെതറും സൺലൈറ്റിൻ്റെ പ്രസൻസും ഒക്കെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഇപ്പം നല്ലോണം കുറവാണ്. ഇപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ ഫുഡിൻ്റെ ടൈം തെറ്റി കഴിക്കുക അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഇപ്പം മൈഗ്രെയിൻ തിരിച്ചു വരാറ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് മൈഗ്രെയിൻ വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ സാഹചര്യങ്ങൾ കുറേ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെയാണ് എനിക്ക് മൈഗ്രെയിൻ്റെ കാര്യമായിട്ടുള്ള ശല്യങ്ങൾ കുറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ കൊല്ലത്തിൽ 1 തവണയോ 2 തവണയോ അതൊക്കെ വന്നാലായി, അത്ര തന്നെ ഉള്ളൂ. എന്നാലും ഇൻറ്റൻസിറ്റി തന്നെ ഭയങ്കര കുറവാണ്. പറഞ്ഞതൊരു മൈഗ്രെയിൻ്റെ വീഡിയോ ആയോ? ഇതല്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ വീടും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കി നമ്മുടെ റൊട്ടീനിലോട്ട് തിരിച്ചു കയറുകയാണ്. ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളിലും ടൈമിങ്ങിലും എല്ലാം ഇത്രയും കാലത്തൊരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തിരിച്ചെനിക്ക് എൻ്റെ റൊട്ടീനിലോട്ട് കയറുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല. ഏകദേശം ഒരാഴ്ച സമയം എനിക്ക് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ച് ട്രാക്കിലോട്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കിണങ്ങിൽ എനിക്ക് എല്ലാ തവണയും നാട്ടിൽ പോയി വന്നുള്ളതാണ്. നമ്മൾ വീട്ടുകാരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും ഒപ്പം നിൽക്കുമ്പോൾ വീട്ടിലാകെ കുറച്ച് ബഹളവും ആൾക്കാരും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിന്നൊക്കെ തിരിച്ചിങ്ങോട്ട് വന്ന് ഇവിടെ ഞാനും വിഷ്ണു മാത്രമാവുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ നമുക്ക്? അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ള ഫേസിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ എല്ലാ തവണയും വരുമ്പോൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. ഒരു 2-3 മണിക്കൂർ എണീറ്റതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ എന്നാലും ശരിയായി വരുന്നുണ്ടായിരിക്കും. പിന്നെ എപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ചിന്തകളൊക്കെ കൂടുതൽ വരിക. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മളെ കുറച്ച് ബിസിയാക്കി വെക്കാനുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നമ്മളെ ബിസിയാക്കി വെക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ സമയമില്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചിരിക്കാൻ അധികം സമയം ഉണ്ടായിരിക്കില്ലല്ലോ. പഴയ ശീലങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എണീറ്റുടനെ ഒരു ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം. പക്ഷെ ഇതൊന്നും പറ്റുന്നില്ല. മുന്നേ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്തായിരുന്നു. ഇപ്പം രാവിലെ എണീക്കുമ്പോൾ കാപ്പിയും ചായയൊക്കെ വേണമെന്നുള്ളൊരവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി സമയം കളയണ്ട, നമുക്ക് എന്താ വീഡിയോ തുടങ്ങാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ തിരിച്ച് ആംസ്റ്റർഡാമിൽ എത്തിയിരിക്കുകയാണ്. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇന്ന് രാവിലെ കാര്യമായ സൺലൈറ്റ് ഒന്നുമില്ല. എണീറ്റുടനെ കുറച്ച് സൺലൈറ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ മൂടി തുടങ്ങിയിട്ടുണ്ട്. മുഴുവൻ അങ്ങോട്ട് ശിശിരകാലം തുടങ്ങിയെന്ന് പറയാനായിട്ടില്ല. കാരണം ഇലയുടെയൊക്കെ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷെ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ജാക്കറ്റൊക്കെ ഉപയോഗിക്കേണ്ട ഒരവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. എനിക്ക് രാവിലെ എണീറ്റപ്പോൾ തൊട്ടിട്ട് ഭയങ്കര തലവേദന. എനിക്കൊന്ന് ട്രാവൽ ചെയ്ത് ചെറിയ ജെറ്റ് ലാഗ് പരിപാടിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. എനിക്കിപ്പോഴും എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് വൈകുന്നേരം അയക്കുന്നു. നാട്ടിലെ സമയമല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ നാട്ടിലെ സമയത്ത് ഇവിടെ ജീവിക്കുന്ന പോലെ എനിക്ക് തോന്നണം. അപ്പോൾ ചെറിയ ജെറ്റ് ലാഗും പരിപാടിയും പിന്നെ ഫുഡൊന്നും ട്രാവൽ ചെയ്യുമ്പോൾ മുഴുവൻ അങ്ങോട്ട് ശരിയാവില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഈ ഫോർഹെഡ് ഭയങ്കര വേദനിക്കുന്ന പോലെ. എന്തെങ്കിലും കഴിക്കണം. ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള കുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളൊന്നുമില്ല. മുട്ട നോക്കിയപ്പോൾ മുട്ട പോലും ഇല്ല. ഞാൻ പോകുന്നതിൻ്റെ മുന്നേ ഫ്രിഡ്ജിലുണ്ടായിരുന്ന 2 മുട്ട അവിടെ ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വിഷ്ണു കുറേയൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ അപ്പോൾ കുറച്ച് വാങ്ങിച്ചു വരും, അത് കുക്ക് ചെയ്യും. പിന്നെ ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഡിന്നർ അധികം ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ഡേക്ക് ലഞ്ച് കൊണ്ടുവരും. പിന്നെ ചില ദിവസം കുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പ്രോപ്പർലി ആ ഐറ്റം കുക്ക് ചെയ്യാൻ മാത്രം ആവശ്യമുള്ള കാര്യങ്ങളാണ് വിഷ്ണു വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളൊന്നും തൽക്കാലം ഈ വീട്ടിലില്ല. നമുക്കൊന്ന് റെഡിയാക്കി കൊണ്ടുവരണം. ഏത് ഫ്ലോറിൽ എനിക്ക് തുടങ്ങണം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. കാരണം ഇന്നലെ 3 പെട്ടി കൊള്ളത് ഏകദേശം ഞാൻ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സൈഡിലും അതിങ്ങനെ ഒഴിച്ചതിൻ്റെ പാടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് റീപ്ലേസ് ചെയ്തെത്തണം. പിന്നെ 2nd ഫ്ലോറിൽ എൻ്റെ റൂമിൽ കുറേ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് കാണാമെന്ന്. അപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഏറ്റവും മുകളിലെ ഫ്ലോറിലും ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. എടുത്തു വെച്ചതൊന്നും എൻ്റെ രീതിക്ക് അനുസരിച്ചല്ല. അതെൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്ക് ശരിയായിട്ട് വരണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി. റുട്ടീനിലെ പോലും പറയാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു റുട്ടീനും ഇല്ല അപ്പം എനിക്ക്.
അതൊക്കെ ഇനി തുടങ്ങിയിട്ട് വേണം. ഇന്നും നാളെയൊന്നും നമ്മൾ റുട്ടീനെ പറ്റി ചിന്തിക്കുന്നില്ല. കാരണം ലൈഫ് ഒന്ന് തിരിച്ച് ട്രാക്കുമ്പിൽ കയറ്റാനുള്ള ഓട്ടോ ആയിരിക്കും. നാളെ ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ TV വാളില്ലേ, ഇവിടെ കുറേ കാലമായിട്ട് നമ്മൾ TV വാൾ പണിയണം എന്നും ആ ഒരു സൈഡിൽ കുറച്ച് വുഡിൻ്റെ കുറച്ച് വർക്ക് ചെയ്യണം എന്നുള്ളതും വിചാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാലം കുറേയായി, ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതിനുള്ള നാളെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സ് വരും. നമ്മൾ ഈ സൈഡിലൊരു TV വാളും അവിടെ ഒരു ചെറിയ വുഡിൻ്റെ ചെറിയ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വരുന്നതിൻ്റെ മുന്നേ ഈ ഒരു ഫ്ലോറെങ്കിലും എനിക്കൊന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കണം. വൈകുന്നേരം പോയി കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യണം. നാളെ തൊട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അതെ, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കുറച്ച് വ്ളോഗ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ കാര്യമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. വീട് വിഷ്ണു അത്യാവശ്യം നന്നായിട്ട് നീറ്റാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ വെക്കുന്നത് പോലെ ആവില്ലല്ലോ എന്നുള്ള എൻ്റെ പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഇത്ര ക്ലീൻ ചെയ്യാൻ വരുന്നത് കേട്ടോ. വെറുതെ വിഷ്ണുവെന്ന് പറയണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാനൊന്ന് ആൽബർട്ടൈനിൽ പോയിട്ട് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കട്ടെ. വിഷ്ണു ഇന്നലെ വാങ്ങിച്ച ഒരു ക്രോസൻ്റ് ഉണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ അതന്നെ കഴിച്ചു. പക്ഷെ എനിക്കത് ഭയങ്കര ഇങ്ങനെ സോഗിയായി പോയതുപോലെ കഴിക്കാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ എന്തെങ്കിലും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് വരാം. വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്ലോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. വീടിൻ്റെ അവസ്ഥയൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഒരു സൈഡിൽ ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്ന കുറച്ച് ജ്വല്ലറീസും പിന്നെ 1-2 ബാഗും എൻ്റെ മറ്റേ റീറ്റെയിനറിനോ അലൈനറിനോ ആ ഒരു സംഗതിയും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ നമ്മുടെ ജ്വല്ലറീസൊക്കെ നമ്മൾ മുന്നേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ലേ, അവിടെ തന്നെ കൊണ്ടുപോയിട്ട് കയ്യോടക്കനെ നമുക്ക് വൃത്തിക്ക് വെക്കാം. പിന്നെ ഈ ഒരു സൈഡിൽ ഒരു കവറിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പോകുന്നതിൻ്റെ മുന്നേ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെയിറ്റ് ഓവറായി കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് ഇവിടെ വെച്ച് പോയിരുന്നതാണ്. വെച്ചത് എവിടെയാണോ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. മിടുക്കനാണ് വിഷ്ണു, അനക്കിയിട്ടില്ല. പിന്നെ ഇത് നമുക്ക് കുറച്ച് കൊണ്ടുപോയി വെക്കാനുള്ള അവിടുന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ്. കുറച്ച് സാരിയും കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്തൊന്ന് പ്രോപ്പറായിട്ട് വെക്കണം. പിന്നെ അൽക്കുലത്തെ സാധനങ്ങൾ ഇവിടെ മുഴുവൻ പരന്ന് കിടക്കുന്നുണ്ട്. കിച്ചൺ ഞാൻ ഇന്നലെ കുറച്ച് ഒന്ന് ഓർഗനൈസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ അതും നമുക്കൊന്ന് എടുത്തു വെക്കണം. നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എല്ലാ തവണയും ഞാൻ പൊടികൾ കൊണ്ടുവരാറുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, അങ്ങനെയുള്ളത് കുറച്ച് എക്സ്ട്രാ കൊണ്ടുവരും. വീട്ടിലുണ്ടാക്കിയ പൊടികൾ തന്നെയാണ്, സാമ്പാർ പൊടിയൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു വലിയ കണ്ടെയ്നറിലായിട്ട് നമ്മുടെ സ്റ്റോർ റൂമിൽ വെക്കും. അവിടുന്ന് ഞാൻ, അതായത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ കേട്ടോ, എന്നിട്ട് അവിടുന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ കിച്ചണിൽ ചെറുത് ആയിട്ടുള്ള ബോട്ടിൽസിലാക്കി വെച്ചിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അങ്ങനത്തെ മുഴുവൻ വലിയ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് നമ്മുടെ അധികം ഇല്ല. അതൊന്ന് പറ്റുകയാണെങ്കിൽ ഇന്ന് പോയി വാങ്ങി. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എൻ്റെ സിമ്മ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോയി അപ്ലൈ ചെയ്യണം. സിം ഇല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് നെറ്റില്ലല്ലോ. നെറ്റില്ലെങ്കിൽ എനിക്ക് ആരെയും വിളിക്കാനായിട്ട് പറ്റില്ല. സിമ്മിലും കോൾ ചെയ്യാൻ പറ്റില്ല, വാട്സാപ്പിലും കോൾ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല പേയ്മെൻറ്റ്സ് ഒക്കെ നമ്മളിവിടെ ആപ്പിൾ പേ ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതും എനിക്ക് പേയ്മെൻറ്റ് ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതാണ് എനിക്ക് വിഷ്ണുവിൻ്റെ ഫോൺ കൊണ്ട് തന്നെ. എൻ്റെ ആണെങ്കിൽ ATM കാർഡ് എന്തോ ചെറുതായിട്ട് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് തിരിച്ചു വന്നിട്ട് ശരിയാക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കയ്യിൽ ലിക്വിഡ് ക്യാഷ് വയ്ക്കുന്നത് വളരെ കുറവാണ്. നെതർലൻഡ്സിൽ അങ്ങനെ ഒരു കടയും അങ്ങനെ അധികം പ്രൊമോട്ട് ചെയ്യൂല, അധികം ക്യാഷായിട്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാം. എന്നിട്ട് കഴിച്ചതിന് ശേഷം ഈ ഒരു ഫ്ലോറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്നിട്ട് എങ്ങനെ എന്ത് ദിവസം പോകുന്നത് അങ്ങനെ നമുക്ക് പോകാൻ. എനിക്ക് നല്ല തലവേദന ഉണ്ട്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ട് ആദ്യം നമുക്ക് ഒരു പാരസ്റ്റമോൾ കഴിക്കാം. ഇന്ന് തൊട്ടിട്ട് കോഫിയും ചായയൊക്കെ നിർത്തണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഉഷാറ് കുറവിൽ ഒരു കോഫി നല്ലതായിരിക്കും തോന്നുന്നു. അപ്പോൾ ഒരു കോഫി നമുക്ക് മേടിക്കാം. ചെറിയൊരു ജാക്കറ്റൊക്കെ ഇടാനുള്ള സമയമായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചത്ര തണുപ്പില്ല കേട്ടോ. ഇങ്ങനെ തണുപ്പായി കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു കണക്കിന് നന്നായി, അല്ലെങ്കിൽ വന്നുടനെ ഭയങ്കര തണുപ്പാകുമ്പോൾ ബുദ്ധിമുട്ടായി പോവും. വിഷ്ണു രാവിലെ എണീറ്റ് ഓടാനൊക്കെ പോയിക്കുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. എന്നെ 2-3 തവണ വിളിച്ച് കുത്തി ഇളക്കി മറ്റേ കേട്ടണൊക്കെ മാറ്റിയതിന് ശേഷമാണ് എനിക്ക് ബോധം തന്നെ വരുന്നത്. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ നല്ലോണം നാട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അതും ഒട്ടും ഇങ്ങനെ ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നുമല്ല കഴിക്കുന്നുണ്ടായിരുന്നത്. റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് എല്ലാ ഫുഡും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വർക്കൗട്ട് എത്ര കാലമായി ഈ വളയം കയ്യിൽ പിടിച്ചിട്ട് മറന്നുപോയോ എന്തോ. പക്ഷെ വിഷ്ണു എൻ്റെ അടുത്ത് പറയായിരുന്നു, നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറക്കില്ല, സീറ്റ് കയറിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഓടിച്ചു. ഏകദേശം 1 മാസമായിട്ട് വണ്ടി ഓടിക്കാത്തതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആൽബർട്ടൈനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മറ്റേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നായിരുന്നല്ലേ ആൽബർട്ടൈൻ, ഒരു കഴിക്കാൻ നേരം മേടിക്കാം.
എനിക്ക് നല്ല രസമായിട്ട് തോന്നി 1-2 കമൻസ് ആയിരുന്നു കേട്ടോ. തിരിച്ചിങ്ങോട്ട് എത്തി എന്നുള്ള വ്ളോഗൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഷോർട്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ, ഹാവു ഇനി ആൽബർട്ടൈനൊന്ന് കാണാലോ എന്ന് പറഞ്ഞിട്ട് 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടുന്ന് ഒരു കോഫി ക്യാപ്പച്ചിനോ മേടിക്കാം. അതിനത്തെ ദിവസത്തിന് ആവശ്യമായിരിക്കും. വിഷ്ണുവിനെ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് അറിയാം. വിഷ്ണുവിടെ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഗാർഡൻ ക്ലീൻ ചെയ്ത് ഇത് നമ്മുടെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതവര് പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ നിൽക്കുക വേടിച്ചോണ്ടിരിക്കുകയാണ്. എടുത്തോ? നമ്മുടെ കവർ എടുത്തില്ലോ. ഓടിപ്പോയിട്ട് കൊണ്ടിട്ടോ. ഇതും കൂടെ ഉണ്ട് പോവല്ലേ. അങ്ങനെ നമ്മൾ വാങ്ങിച്ചു കൊടുന്ന കെപ്ലൂംഫിയും പിന്നെ ഒരു കോഫിയും കുടിച്ചു. ഇനി നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. അതിന് മുന്നേ എനിക്കൊരു 1/2 മണിക്കൂർ സമയം വേണം. നമുക്കിന്ന് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. ഓൾറെഡി ട്രാവലൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ. അപ്പോൾ അതൊന്ന് ഞാൻ 1/2 മണിക്കൂറിൽ എഡിറ്റ് ചെയ്ത് തീർക്കട്ടെ. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് എഡിറ്റ് ചെയ്ത് വെച്ചായിരുന്നു, വോയിസ് ഓവർ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ആ പരിപാടി ഒന്ന് തീർക്കട്ടെ. ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്, 2 പാരസ്റ്റമോൾ അടിച്ചു. കാരണം ഞാൻ വളരെ നല്ല തലവേദന ഉണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ ചൂടെടുക്കുന്ന പോലെ. എപ്പോഴും തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് സൈനസിൻ്റെ പ്രശ്നമാണ്. നാട്ടിൽ വന്നപ്പോൾ ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നേസൽ സ്പ്രേ യൂസ് ചെയ്യാൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല, ശ്വാസം കൂടി പോയ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി നമുക്ക് അത് ഉപയോഗിച്ച് തുടങ്ങാം, കാരണം ഇവിടെ തണുപ്പൊക്കെ. പുറത്ത് നല്ല അടിപൊളി മഴയാണ് കേട്ടോ. നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. കൊറിയർ വന്നപ്പോൾ പുള്ളി പറയായിരുന്നു, കുറേ കാലമെല്ലാം കണ്ടിട്ട് ഇവിടെ ഒന്നും ഇല്ലേ എന്നുള്ളത്. ഞാനിവിടെ ഇല്ലാത്തപ്പോൾ വിഷ്ണുവിനൊന്നും വാങ്ങിക്കാനില്ലല്ലോ. അപ്പോൾ ഇതേ പുള്ളി പോകണം. അപ്പോൾ ഇത് ആണ് നമ്മുടെ കൊറിയർ. ഇതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാക്യൂം ക്ലീനർ ആണ് കേട്ടോ. ഇത് കുറച്ച് കാലമായിട്ട് ഞാനിങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഉള്ള വാക്യൂം ക്ലീനർ കേട് വന്നതിന് ശേഷം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും പുള്ളി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാൻ സമയമില്ല. എന്തായാലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാക്യൂം ക്ലീനറിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. വീട്ടിലെ സംഗതി പണി മുടക്കിയിരിക്കുന്നു. സമയം ഏകദേശം 2 മണിയായപ്പോൾ ഇവിടെ വിഷ്ണുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. റൊട്ടിമാറ്റിക് എങ്ങനെയുണ്ടായിരുന്നു ഞാനില്ലാത്ത അവസരത്തിൽ? റൊട്ടിമാറ്റിക് കുറച്ച് സ്നേഹം കൂടെ കാണിക്കുന്നതിന് എന്നെ റീപ്ലേസ് ചെയ്തിരുന്നു. റൊട്ടിമാറ്റിക് വിഷ്ണുവിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. ഒന്നാമത് വിഷ്ണു അത്യാവശ്യം നല്ലോണം ചപ്പാത്തി കഴിക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. ചോറ് നമുക്ക് തുടക്കം തൊട്ടേ പറ്റില്ലല്ലോ. ഏകദേശം ഇപ്പോൾ ഒരു 3-3.5 മാസമായി നമ്മൾ റൊട്ടിമാറ്റിക് ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. മോഡിൽ കാണുന്ന 3 കണ്ടെയ്നേഴ്സിൽ നമുക്ക് ആട്ടിയും വെള്ളവും പിന്നെ ഓയിലും വെച്ചാൽ മതി. റൊട്ടിക്ക് എത്ര തിക്നെസ് വേണം, എത്ര റൊട്ടി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കിത് റൊട്ടിമാറ്റിക് ഉണ്ടാക്കി തരും. പിന്നെ സംഗതി എളുപ്പമാണ്, പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊരു എക്സ്പെൻസീവ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ലൈഫ് ഈസി ആക്കുന്നതിൽ അത്യാവശ്യം റൊട്ടിമാറ്റിക് നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് തന്നെയാണ് പറയാനായിട്ട് പറ്റുള്ളൂ. റൊട്ടി അവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്കിതേ ഈ സംഗതി ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വാക്യൂം ക്ലീനർ കേട് വന്നിട്ട് ഏകദേശം ഒരു 1-1.5 മാസമായിട്ടുണ്ടായിരിക്കും കേട്ടോ. വിഷ്ണുവിന് പിന്നെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പഠിച്ച് ഗവേഷിച്ച് ഒക്കെ വേണമല്ലോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വലിയൊരു ഗവേഷണത്തിന് ശേഷമാണ് നമ്മൾ 2 മാസത്തിന് ശേഷം ഇവനെ വാങ്ങിയത്. ക്ലീനിങ് അപ്ഡേറ്റ് ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടുമില്ല, നടന്നിട്ടുമില്ല. ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന തിരക്കിൽ പെട്ടുപോയി. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ ലഞ്ച്. വിഷ്ണു ലഞ്ച് കഴിച്ചു കേട്ടോ. ഞാൻ ഭയങ്കര ലേറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പോയിക്കുന്നു. എങ്ങനെയാണ് ഞാൻ തിരിച്ചെൻ്റെ റൊട്ടീനിലോട്ട് കയറേണ്ടതെന്നുള്ളൊരു ഐഡിയ പോലും എൻ്റെ കയ്യിലില്ല. ഒരു 2 days ബ്രേക്ക് എടുത്ത് മെല്ലെ കയറി തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരെങ്കിലും എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. നമുക്ക് മെല്ലെ റൊട്ടീനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. പുറത്ത് നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗാർഡനൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചായിരുന്നു തിരിച്ചു വന്നതിന് ശേഷം. നല്ല മഴയാണ്. അത് മഴയൊന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെല്ലെ ഗാർഡനിലോട്ട് ഇറങ്ങാം. TV വാളിൻ്റെ ഡിസൈൻ ആലോചിച്ച് അന്തം വിട്ട് കുന്ത പിഴിക്കുന്നവർ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് നിങ്ങൾ കാണുന്നത് അല്ലേ വിഷ്ണു? TV വാളിൽ ഒരു ഫയർ പ്ലേസ് ആഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് വിഷ്ണുവിൻ്റെ കൺഫ്യൂഷൻ. ഒരു തീരുമാനം ആവണില്ല. കഴിഞ്ഞൊരു 1/4 മണിക്കൂറായിട്ട് ഈ നിർത്തും ചിന്തയാണ്. ഞാനാണെങ്കിൽ എൻ്റെ കാര്യം വേറെ കോമഡിയാണ്. ഞാൻ ആകെ ചെയ്തിരിക്കുന്ന പണി ആ ബാഗിൽ നിന്ന് ആ സാരികൾ എടുത്ത് പുറത്തോട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം ഈ ഇരുത്തം ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയതാ. വേറൊരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വലിയ സുഖമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, തലവേദന ഉണ്ട്, ആകെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനിയെങ്കിലും കുറച്ച് നേരം പണിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എനിക്കിപ്പോൾ എൻ്റെ ഒട്ടും ഇഷ്ടമില്ലാത്ത സ്വഭാവവും കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് എൻ്റെ ഡെവലപ്പ് ചെയ്ത് വന്ന് എന്നെ ഇങ്ങനെ വിഴുകിക്കൊണ്ടിരിക്കുന്നൊരു സ്വഭാവമാണ് കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക, ചെയ്യാതിരിക്കുക, ലെസ് കൺസേൺഡ് ആവുക ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്നുള്ളത്.
എനിക്കത് എങ്ങനെ എവിടുന്ന് മാറ്റണം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മാറ്റും. ഞാൻ അതിനുള്ള ഒരു ശ്രമത്തിലാണ്. അത് ഒട്ടും ഒരാളെ ഒരു രീതിയിൽ നന്നാവാൻ സമ്മതിക്കാത്തൊരു സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് ഞാൻ വെച്ച് പൊറപ്പിക്കില്ല അധികം. ഞാൻ എൻ്റെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനതിന് പല പല കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 വീക്സിൽ ഞാനത് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. TV ബോൾ വേണോ വേണ്ടേ എന്നുള്ള തീരുമാനമായോ? തലയൊക്കെ ചൊറിഞ്ഞ് മാന്തി പൊട്ടിക്കുകയാണ്. വേണം. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ വാങ്ങിക്കാറ്. കാരണം ഇനി നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടി കുറച്ച് സമയം എടുക്കില്ലേ. അതുകൊണ്ട് ആ ഒരു കൊല്ലം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇനി വിഷു വരികയാണെങ്കിലോ അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വീടിൻ്റെ അകത്ത് വെക്കാറുള്ളൂ. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ബോക്സസിലാക്കിയിട്ട് പുറത്തുതന്നെ ഒരു ഗറാജ് ഉണ്ട്, അവിടെയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യാറ്. അപ്പോൾ അങ്ങോട്ടാണ് വിഷ്ണു എല്ലാം ഇങ്ങനെ കൊണ്ടുപോയി എടുത്തു വെക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ എടുത്തു വെക്കട്ടെ. ഇത് മുഴുവൻ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങി വന്ന കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ. നാട്ടിലോട്ട് 1 മാസം പോകുമ്പോൾ എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരുന്നത് കൊണ്ടുപോകാനുണ്ടായിരിക്കുമല്ലോ, അതും കൂടെയാണ്. അതെല്ലാം നമുക്ക് എടുത്തു വെക്കാം. എല്ലാ റൂമിലും എത്തിക്കേണ്ട സാധനങ്ങൾ ഞാൻ എല്ലാം മാറ്റി മാറ്റി എല്ലാ റൂമുകളിലുമായി എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇവിടെ ഒതുക്കി പെറുക്കി എടുത്തു വെക്കണം. ഇതെല്ലാം ഇത് സ്പ്രെഡായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളത്തെ ഒരു ദിവസത്തോടു കൂടെയാണ് നമ്മുടെ കംപ്ലീറ്റ് ക്ലീനിങ് തീരുള്ളൂ. ഇന്ന് കുറച്ച് ടയർഡായിട്ടുള്ള ദിവസം കൂടെ ആയിരുന്നു. ട്രാവൽ ചെയ്തതിൻ്റെ ടയർഡ്നെസ് ഉണ്ടായിരുന്നു, ഫുഡൊന്നും ശരിയായിട്ടില്ല, അതിൻ്റെയൊക്കെ ടയർഡ്നെസ് ഉണ്ടായിരുന്നു. ഒപ്പം ഈ ഒരു ജെറ്റ് ലാഗും പരിപാടിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ സമയം ഇവിടെ 9 മണിയായിട്ടുള്ളൂ. എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ഇപ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 12 ആയിട്ടുണ്ടായിരിക്കില്ലേ. അപ്പോൾ എനിക്ക് ഉറക്കം വന്നിങ്ങനെ കടയുന്ന അവസ്ഥ നോക്കി, ഉറക്കം വന്ന് കടയുന്ന അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 ദിവസം എടുക്കും ബോഡിയൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. 2 പേർക്കും ഒരു പനി ഫീൽ ഉണ്ട്. എന്താണെന്ന് അറിയില്ല. വിഷ്ണുവിൽ നിന്ന് എനിക്ക് കിട്ടിയതാണോ എൻ്റെ നിന്ന് വിഷ്ണുവിന് കിട്ടിയതാണെന്ന് അറിയില്ല. 2 പേരും ടയർഡാണ്. തൽക്കാലം ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നിർത്തുന്നു. നമുക്ക് നാളെ അപ്പോൾ വീണ്ടും കാണാം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നത്തേക്ക് കുറച്ചധികം ബെറ്ററായി, നല്ലൊരു ഉറക്കം കിട്ടി, നല്ല ഉഷാറായി. രാവിലെ ഞാൻ കൃത്യം ഒരു 7 മണിക്ക് എണീറ്റു. ഞാൻ എൻ്റെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെയധികം എനർജറ്റിക് ആയി. ഞാൻ എന്നോട് തന്നെ കുറേ സംസാരിച്ച് എന്നെ കുറച്ച് എനർജറ്റിക് ആക്കി മാറ്റി. പക്ഷേ ഇന്നത്തെ രാവിലെ എണീറ്റപ്പോഴേക്ക് ഇഷ്ടത്തിന് പനിയായി. രാവിലെ തൊണ്ടവേനൊക്കെ വേദനിച്ചിട്ടാണ് എണീക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ബാക്കി വെച്ച നമ്മുടെ ക്ലീനിങ് പരിപാടി മൊത്തം ഇന്ന് തീർക്കും ഞാൻ. നമ്മൾ പറഞ്ഞതുപോലെ താഴെ ഇന്ന് TV വോളിൻ്റെ ചെറിയ പരിപാടികൾ നടക്കുന്നുണ്ട്. 9 മണിയാകുമ്പോഴേക്കും അവരെത്തും. ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ആ പരിപാടി ഒന്ന് പെട്ടെന്ന് തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് ക്ലീനിങ്ങിലോട്ട് കിടക്കാം. നാട്ടിൽ നിന്നും നമുക്ക് നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നല്ലോ. പുട്ട്, ഇടിയപ്പം, വെള്ളപ്പം, അങ്ങനെ ദോശ, അങ്ങനെയൊക്കെ. പെട്ടെന്ന് ഞാനൊരു ഓട്സിലോട്ടും സ്മൂതിയിലോട്ടും മാറിക്കഴിഞ്ഞാൽ ബോഡിക്ക് ചിലപ്പോൾ അതൊരു ഷോക്കായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു ബോഡി അറിയാത്തൊരു ചെറിയ ട്രാൻസിഷൻ കൊടുക്കാം. അതുകൊണ്ടാണ് ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ജസ്റ്റ് ഇവിടെ എത്തി. നമ്മുടെ TV ഒക്കെ ഊരി മാറ്റി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈഡ് ഫുൾ നന്നായിട്ട് കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം വൈറ്റ് കാർപ്പറ്റ് അല്ലേ, ഇപ്പോഴേ വൈറ്റ് ഒന്നുമല്ല. ഇത് ഞാനൊരു 2 months കൂടുമ്പോഴാണ് ഒന്ന് അത്യാവശ്യം നന്നായി വാഷ് ചെയ്യാറ്. ഇപ്പം ഞാൻ നാട്ടിൽ പോവില്ല, ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കൗച്ചുമെല്ലാം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടുത്തെ പണി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഫ്ലോർ വരുന്നത് വുഡൻ ഫ്ലോറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് മഴയുള്ളതുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ പുറത്തും അകത്തുമായിട്ട് കയറി ഇറങ്ങുമ്പോൾ കുറേ വെള്ളം വരുന്നുണ്ടായിരുന്നു ഫ്ലോറിൽ. അതുകൊണ്ടാണ് ഫ്ലോർ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. പിന്നെ അവർ കൗച്ചും നമ്മുടെ കാർപ്പറ്റും എല്ലാം ഒന്ന് കവർ ചെയ്തതിന് ശേഷം അവരവരുടെ പണി തുടങ്ങി. നമ്മൾ അവിടെ നിന്ന് വെറുതെ അവരെ ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ. നമുക്ക് ഇഷ്ടംപോലെ കാര്യം മുകളിൽ ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ജ്വല്ലറീസൊക്കെ നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് എടുത്തു വെക്കാം. കഴിഞ്ഞൊരു 2 മാസം മുന്നെയാണ് ഞാൻ ഈ ഒരു സെക്ഷൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മൊത്തത്തിലൊരു ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ മാത്രം നല്ല പ്രോപ്പറായിട്ട് നമ്മുടെ ഈ എല്ലാ കോളങ്ങളിലും എടുത്തു വെക്കാം. എനിക്ക് ആദ്യം തൊട്ടേ ക്ലീനിങ്ങിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മുടെ ജ്വല്ലറീസ് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലോണം വൃത്തിയിലെടുത്ത് വെക്കുക എന്നുള്ളത്. അതിപ്പോഴല്ല കേട്ടോ, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്തും നമുക്ക് ചെറിയൊരു സ്ഥലമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ എന്താ പറയുക മാലയും വളകളും ഒക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഏരിയ ഞാനൊരു 2 ആഴ്ച കൂടുമ്പോൾ പുറത്തെടുത്ത് വെക്കും. എല്ലാ കാര്യങ്ങളും തുടച്ച് വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അതിൻ്റെ അകത്ത് പിന്നെ എടുത്ത് വെക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു അത്. ഇപ്പോഴും എനിക്കിഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് ജ്വല്ലറീസിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിക്ക് എടുത്ത് വെക്കുക എന്നുള്ളത്. ഓർണമെൻറ്റ്സിൻ്റെ ഭാഗം ഞാൻ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇത് അമ്മു ചേച്ചിയുടെ മാലയാണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ എപ്പോഴും എടുത്തു കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കാൻ മറന്നതാണ്. ഈ ഒരു ഫസ്റ്റ് കോളത്തിൽ കമ്മലും പിന്നെ വളകളും ഒക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ മൂക്കുത്തി ഉണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെയാണ് ഈ ഒരു ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തേലാണ് ഞാൻ മാലകളും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം
ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ താഴെ എനിക്ക് പ്രോപ്പറായിട്ട് അങ്ങോട്ട് ഓർഗനൈസ് ചെയ്തെത്താൻ പറ്റിയിട്ടില്ല. കുറച്ച് നമ്മുടെ എക്സ്റ്റൻഷൻസും പിന്നെ പൊട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതൊരു ചില്ലറ പണിയല്ലാതെ ഞാൻ റിയലൈസ് ചെയ്തൊരു മൊമെന്റ് ആയിരുന്നു ഇത്. തൽക്കാലം നമുക്ക് പോയിട്ട് ലഞ്ച് വാങ്ങിയിട്ട് കഴിക്കാം കേട്ടോ. നല്ല വിശക്കുണ്ട്, 2 മണിയായി. പക്ഷെ എന്നാലും ഇന്ന് ഈവനിങ് ആകുമ്പോഴേക്ക് ഞാനത് തീർക്കും. ഇവിടെ നമ്മൾ പോയ സമയത്ത് ആ ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിരുന്ന ഡ്രസ്സും ഹാങ് ചെയ്യാനുണ്ട്. നാട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സില്ലേ അതും ഹാങ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് മെല്ലൊരു സൈഡിൽ നിന്ന് ചെയ്യും. വിഷ്ണു അങ്ങനെ അധികം മൊബൈലൊന്നും ഉപയോഗിക്കുന്ന ഒരാളല്ലല്ലോ. വിഷ്ണുവിൻ്റെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ടി വിയാണ്. ടി വിയിൽ ക്രിക്കറ്റ്. അപ്പോൾ വിഷ്ണു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളെ കണ്ടുപിടിച്ചത് കേട്ടോ. വിഷ്ണുവിൻ്റെ ഫോണിൽ ഇൻസ്റ്റഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് വേണ്ടി ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് ആളെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിച്ചത് തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് പുള്ളി തന്നെയായിരുന്നു. പിന്നെ നമ്മൾ തമ്മിൽ എന്ത് രീതിയിലുള്ള ടി വികളാണ് വേണ്ടതെന്നുള്ള കുറച്ച് ഡിസ്കഷൻസ് ഞാനും വിഷ്ണുവും കൂടെ ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? മെറ്റീരിയൽസും എല്ലാം ഇവർ തന്നെ കൊണ്ടുവരും. പിന്നെ ഇവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്ക് പണി മുഴുവൻ തീർത്തരാന്നുള്ളത്. അതൊരു വലിയ കാര്യമാണല്ലോ. എന്തായാലും അവർ വർക്ക് ചെയ്യട്ടെ, നമുക്ക് പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. അതിന് മുന്നേ ആദ്യം നമുക്ക് ഒഡിഡോയിൽ പോകാം കേട്ടോ. എനിക്ക് എൻ്റെ ഫോൺ ചെറുതായിട്ടൊന്ന് മാറ്റാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഫോൺ ഓർഡർ കൊടുത്തു. ഇവിടെ അങ്ങനെ ഒരു കാര്യം വന്ന് വാങ്ങി പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഓർഡർ ചെയ്തു. 4 to 6 weeks എടുക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ പ്രോ ആണ് ഓർഡർ പ്ലേസ് ചെയ്തത്. അപ്പോൾ അത് വരാൻ വേണ്ടി ഒരു 4 to 6 weeks. പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന മസാലകളെല്ലാം നമുക്ക് ഇട്ട് വയ്ക്കാൻ വേണ്ടി കുറച്ച് പാത്രങ്ങളും കൂടെ വാങ്ങിക്കണം എന്ന് പറഞ്ഞില്ലേ, അതും. പിന്നെ വൈനിടാൻ വേണ്ടിയിട്ട് ഒരു ജാറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗാർഡനിൽ നമുക്ക് ഒരുപാട് മുന്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് വൈനിടേണ്ടത്. അങ്ങനെ തിരിച്ചെത്തി ഞാൻ വാങ്ങിയ നമ്മുടെ ചിക്കൻ റാപ്പും അതേപോലെ ഐറാനും കഴിച്ചു. പിന്നെ കുറച്ചൊരു ഭംഗിക്ക് നാട്ടിൽ നിന്ന് വരുന്ന ബീഫ് അച്ചാറും ഒന്ന് ടേസ്റ്റ് വെക്കാൻ വേണ്ടി എടുത്തായിരുന്നു കേട്ടോ. താഴെ വന്നപ്പോൾ വർക്കൊക്കെ നല്ലോണം പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലഞ്ചിന് ശേഷം ഞാൻ താഴെ തന്നെ ഇരുന്നു കേട്ടോ. കാരണം ടി വി വാളിൻ്റെ അവസാനത്തെ പണികളിലോട്ട് അവർ അടുത്തു. നമ്മൾ അയച്ചു കൊടുത്ത എന്താ പറയുക ഡിസൈനിൽ നിന്ന് ഒരു സൈഡിലെ പാനലിന് കളർ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കും വിഷ്ണുവിനും ടെൻഷനായി, ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ശരിയാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അവസാനം നമ്മളൊരു ഡിസൈനിൽ ചെറിയ ചേഞ്ചൊക്കെ വരുത്തി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെയായിരുന്നു. ബാക്കി ക്ലീനിങ് പരിപാടി ഒന്നും നടന്നിട്ടില്ല കാര്യമായിട്ട്. രാത്രി കുറച്ച് കാര്യമായി ഇനി ക്ലീനിങ് ചെയ്യണം. പക്ഷെ നമുക്ക് ഈ ഫ്ലോറിനെ ഇപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. താഴെ ഫുൾ പൊടിപടലങ്ങൾ പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ ടി വി വാൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇതാണ് നമ്മുടെ ടി വി വാൾ. ഇത് മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല. കുറച്ച് LED പരിപാടികളും കൂടെ ബാക്കിയുണ്ട്. അത് LED അവർ കൊടുന്ന അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊരു പുതിയ LED വാങ്ങിക്കാൻ വേണ്ടി പോയി. താഴെ ഒരു റൗണ്ട് അവർ ക്ലീൻ ചെയ്തിട്ട് പോയി. പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടം പോലെ ക്ലീൻ ചെയ്യാനുണ്ടായിരിക്കുമല്ലോ. എനിക്കാണെങ്കിൽ നല്ലോണം അലങ്കോലമായിട്ട് കിടക്കുന്ന സ്ഥലം കുറച്ച് സമയമെടുത്ത് വൃത്തിയാക്കി നമ്മുടെ പഴയ രൂപം പോലെ എത്തിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതെന്നെ ഇഷ്ടം പോലെ പൊടിയൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുമ്പോൾ വാക്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. പിന്നെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ഈ ഒരു സൈഡിലായിരുന്നു എന്നുണ്ടെങ്കിലും നമുക്കറിയാലോ പൊടി എന്ന് പറയുന്ന സാധനം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അത് ഈ റൂം മുഴുവൻ ഏകദേശം എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കൗച്ചും കാര്യങ്ങളും ഒന്ന് എൻ്റെ ഭാഗത്തുനിന്ന് വാക്യൂം ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു കാർപ്പറ്റും ഈ ഒരു കൗച്ചും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ മാസത്തിൽ ഒരിക്കലും ഒരാൾ വരാറുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ തന്നെ ഇത് ക്ലീൻ ചെയ്യാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അന്ന് ഒരു മെയിൻ ഫോക്കസ് ഈ ഒരു കൗച്ചും കാർപ്പറ്റും ക്ലീൻ ചെയ്യാൻ തന്നെ ആയിരിക്കും. അതൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ടി വി വാൾ. എങ്ങനെയുണ്ട്? എനിക്കുണ്ടല്ലോ കാര്യങ്ങൾ ഭയങ്കര തിരക്ക് പിടിച്ചിരിക്കുന്നത് ഇഷ്ടമല്ല. കുറച്ച് സ്പേഷ്യസ് ആയിട്ട് കാണുന്ന രീതിയിലാണ് എനിക്ക് കാര്യങ്ങൾക്ക് ഭംഗി തോന്നുക. അതുകൊണ്ട് തന്നെ ഭയങ്കര ആർഭാടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി പണി കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് അത്യാവശ്യം നല്ലൊരു നേരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഓൾറെഡി പുറത്തുനിന്ന് കഴിച്ചതുകൊണ്ട് നമ്മൾ ഡിന്നർ എന്തെങ്കിലും വീട്ടിൽ ചെറുതായിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൻ്റെ ചെറിയ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞപ്പോഴേക്ക് ഒരു നേരമായി. പിന്നെ നമുക്ക് മുകളിലോട്ടൊന്നും വന്ന് ക്ലീൻ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ ഈ 2 ഫ്ലോറും ക്ലീൻ ചെയ്ത് തീർക്കാൻ വേണ്ടി പോണത്. ആദ്യം നമ്മൾ വാർഡ്രോബിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. വിഷ്ണുവിന് കുറച്ച് ഷർട്ടും ടീഷർട്ട്സും ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം നമ്മൾ പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം നാട്ടിലോട്ട് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ തിരിച്ചത് അതിൻ്റെ പൊസിഷനിൽ വെക്കുകയാണ്. എനിക്കിതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറുന്നതൊന്നും എനിക്കത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇതൊക്കെ അതിൻ്റേതായ പൊസിഷനിൽ എടുത്ത് വെക്കും. ഇനി നമുക്കവിടെ നിലത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി പ്രോപ്പറായിട്ട് റൂമൊന്ന് വാക്യൂം ചെയ്ത് ഒന്ന് തുടക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൽക്കാലം ഡ്രസ്സിങ് റൂമിൻ്റെ പരിപാടി തീർന്നു. ഈ ഒരു വാക്യൂം ക്ലീനറിൽ ഈ ഒരു ഗ്രീൻ ലൈറ്റ്
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് വാങ്ങിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ റിവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത്. ഇതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന പരിപാടിയാണ്. കാരണം പൊടികളെല്ലാം കൃത്യമായി നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ ക്ലീൻ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണത്. അങ്ങനെ ആ റൂം കഴിഞ്ഞു. നമുക്കിനി മെല്ലെ ബെഡ്റൂമിലോട്ട് കിടക്കാം. ബെഡ്റൂമിൽ നമുക്ക് ഈ ബെഡിൻ്റെ കവറും കാര്യങ്ങളും എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ. മാസത്തിലൊരിക്കൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരും എന്ന് പറഞ്ഞില്ലേ, അവർ വരുമ്പോൾ യൂഷ്വലി ബെഡ്ഷീറ്റ്സും കാര്യങ്ങളും എല്ലാം അവർ ചേഞ്ച് ചെയ്യാറുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ കാണുന്ന പില്ലോ കവറും ബെഡ്ഷീറ്റും ഒന്നും ഞാനിപ്പോൾ ഉപയോഗിക്കാറുള്ളതല്ല. അത് ഞാൻ മാറ്റി വെച്ചതായിരുന്നു. പക്ഷേ വിഷ്ണു കൃത്യമായി അതന്നെ അവർക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതെല്ലാം കൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. സാധാരണ മാസത്തിലൊരിക്കൽ അവർ വരുമ്പോൾ നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് ആണ് വീട് ചെയ്യാറ് കേട്ടോ. ഞാനും അവരോടൊപ്പം തന്നെ പണിയെടുക്കാറുണ്ട്. ഏകദേശം ഒരു 8-8.5 മണിക്കൂറൊക്കെ വരും മൊത്തത്തിൽ ഒരു വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഞാനില്ലാത്തതുകൊണ്ടും കൃത്യമായി പണികൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടും കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ അവരൊരു 3-3.5 മണിക്കൂർ കൊണ്ട് പണിയെല്ലാം തീർത്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടാമതിന് ഈ ഒരു മാസം വിളിക്കണ്ട, എനിക്കെന്നെ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ തിരിച്ചു വന്ന് എൻജോയ് ചെയ്ത് ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതും ഇങ്ങനെ കുറച്ചധികം നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചധികം അലങ്കോലായി കിടക്കുകയാണെങ്കിൽ സമയമെടുത്ത് വൃത്തിയാക്കി പഴയ പോലെയാക്കി കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര സമാധാനം വരാനുണ്ട്. എനിക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് ടഫായിട്ട് തോന്നുന്ന കാര്യമാണ് ഈ ഒരു കംഫർട്ടറിൻ്റെ കവർ നമ്മളിടില്ലേ, അതെനിക്ക് എങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കുറേ സമയമെടുക്കും. കുറേ ഹാക്കും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കിയായിരുന്നു. പക്ഷേ എനിക്കെല്ലാം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ഞാൻ ഈ ഒരു കംഫർട്ടറിൻ്റെ കവറിൻ്റെ അകത്തോട്ട് കയറിപ്പോയി അതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി റെഡിയാക്കി പുറത്തിറങ്ങി വരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ശ്വാസം കിട്ടാത്ത അവസ്ഥയായിട്ടുണ്ടായിരിക്കും. ഇപ്പം ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു ഹാക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് തിരക്കേടില്ല, എന്നാലും വലിയ സുഖമൊന്നുമില്ല. അതിനുശേഷം നമുക്കത് ഈ വിൻഡോ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് അവിടെയുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ആ ചെടി ഓൾമോസ്റ്റ് ഗിവ് അപ്പ് ചെയ്തിരിക്കുന്നു കേട്ടോ. അത് അവസാന നിമിഷത്തിലുണ്ടായ 2 പൂക്കളാണ്. ഞാനതിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്കും നടന്നില്ല. പിന്നെ മറ്റേ ഓർക്കിഡും എല്ലാം നമുക്കൊന്ന് കെട്ടും വെട്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതോടുകൂടെ നമ്മുടെ ഈ ഒരു ബെഡ്റൂമും ഓൾമോസ്റ്റ് ഇവിടെ റെഡിയായി കേട്ടോ. ജസ്റ്റ് ഒന്ന് വാക്യൂം ചെയ്യും കൂടെ ചെയ്യാം. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന പൊടി യൂഷ്വലി പൊടിയല്ല, മുടി എൻ്റെയാണ്. കാരണം ഈ ഒരു സീസൺ ചേഞ്ചിലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ അതർ ഡേയും എനിക്ക് വാക്യൂം ചെയ്യേണ്ട ആവശ്യം യൂഷ്വലി വരാറുണ്ട്. വന്ന് കയറിയ ഉടനെ ഈ വീട് മുഴുവൻ ഇത്ര ക്ലീൻ ചെയ്യാൻ മാത്രം ഉണ്ടോ എന്നുള്ളൊരു ചെറിയ സംശയം നിങ്ങൾക്ക് തോന്നിയൊക്കെ കേട്ടോ. തെറ്റ് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അത്ര ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടായിട്ടല്ല. പിന്നെ കൊണ്ടുവന്ന കാര്യങ്ങൾ ഒരുപാട് എടുത്തു വെക്കാനുണ്ടല്ലോ, അതിൻ്റെ ഒപ്പം ക്ലീനിങ്ങും കൂടെ തീരുകയാണെങ്കിൽ നല്ലതല്ലേ. പിന്നെ ഞാൻ അധികം ഈ പറഞ്ഞതുപോലെ 2 മാസത്തിലൊരിക്കലെങ്കിലും വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം എല്ലാം കൂടെ ചെയ്യല്ല, ഏകദേശം ഒരു 3-4 ദിവസം എടുത്തിട്ട് ഓരോരോ ഫ്ലോറായിട്ട് എല്ലാ കാര്യങ്ങളും പുറത്തിറക്കി വെച്ച് പ്രോപ്പറായി തുടച്ച് തിരിച്ച് അതേപോലെ കയറ്റി വയ്ക്കുന്നത്. ഇതിങ്ങനെ ഞാൻ വീട്ടിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അമ്മ ഒരു മാസത്തിലൊരിക്കലൊക്കെ എല്ലാ കാര്യങ്ങളും എടുത്ത് പ്രോപ്പറായി തുടച്ച് തിരിച്ചെടുത്ത് വെക്കുന്നതൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം എനിക്കും ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്, അറിയില്ല. എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് ചെറുപയർ കറി. അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു തവണയൊക്കെ എന്തായാലും ചെറുപയർ കറി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞു. നമുക്കിനി ഈ ഒരു റൂം ഒന്ന് ചെറുതായി റെഡിയാക്കി വെക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഈ ചെറിയ പെൻഗ്വിൻസ് കണ്ടോ, ഇതെനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. ഇത്തവണ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ കസിൻ ബ്രദറിൻ്റെ മോളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വേദ എന്ന പേര്, കുഞ്ഞു മോളാണേ. അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മോള് ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ ഇത്. ഞാനിങ്ങനെ വ്ളോഗിൽ ഇടയ്ക്ക് പറയാറില്ലേ, എനിക്ക് കുട്ടി സാധനങ്ങൾ, അതായത് മിനിയേച്ചർ പോലെയുള്ള കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവൾ കേട്ട് എന്താ പറയുക, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കിതെന്നും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതേ പ്രോപ്പറായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു റൂമും പകുതിയോളം ക്ലീനിങ് കഴിയാനായപ്പോക്ക് എനിക്ക് നല്ലൊരു ക്ഷീണം വരാൻ വേണ്ടി തുടങ്ങി കേട്ടോ. റീസൺ എന്താണെന്ന് എനിക്കറിയായിരുന്നു. വിഷ്ണുവിന് കഴിഞ്ഞ 2 ദിവസമായിട്ട് പനിയുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ട് കൊറോണ ഇങ്ങനെ നടക്കുന്നുണ്ട്. വിഷ്ണു 2 ദിവസം മുന്നേ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ പോസിറ്റീവായിരുന്നു. പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യണമെന്ന് നിന്നില്ല. ഞാൻ എന്തായാലും വരാൻ നല്ല സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടയർഡൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൊറോണയുടെ പണി തുടങ്ങിയതായിരിക്കാം എന്നുള്ളത്. പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര പനിയായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊരു ക്ഷീണം, തലവേദന അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കണ്ണ് തുറന്ന ഉടനെ വിഷ്ണു ആദ്യം ചെയ്തത് കൊറോണ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നെഗറ്റീവായി കണ്ടതോടുകൂടെ ഷർട്ടും പാൻറ്റും ഇട്ട് ബാഗും തൂക്കി ഓഫീസിൽ പോവുകയാണ്. ശേഷം വണ്ടി ഓടിച്ചിട്ട് ഒരു തപ്പൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും
ലൈൻ ചേഞ്ചിങ് ഒന്നും അത്ര ഒരു ഇതാവുന്നില്ല. എന്തോ ഒരു മിസ്സിങ്. പക്ഷെ ഞാൻ ഇതിലും കൂടുതൽ മിസ്സിങ് ഉണ്ടാവുന്നു കേട്ടോ. പക്ഷെ അത്ര മിസ്സിങ്ങും ഇല്ല, എന്നാൽ ചെറുതായിട്ടൊരു മിസ്സിങ് ഉണ്ട് ഒരവസ്ഥ. ഞാനും ഇന്ന് രാവിലെ ആയപ്പോഴേക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു കേട്ടോ. ചെറുതായിട്ട് ക്ഷീണവും കാര്യങ്ങളും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. പനിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വിഷ്ണുവിനെ അതേ ട്രെയിൻ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. ഞാൻ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ചെറിയ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഈവനിങ് തിരിച്ചെത്തിയപ്പോഴേക്ക് വിഷ്ണു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വിഷ്ണുവിനെ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തു. നമുക്കിനി വീട്ടിൽ പോവാം. എന്തായാലും ഏകദേശം ഒരു 4-5 ദിവസം എടുത്തു നമ്മുടെ എല്ലാ പരിപാടികളും ഒക്കെ ഒന്ന് ഓക്കെ ആയി തിരിച്ചൊന്ന് റെയിലുമ കയറാൻ വേണ്ടിയിട്ട്. വെറുതെ നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ആവശ്യമില്ലാത്തൊരു പരിപാടിയായിരുന്നു അത്. അത്യാവശ്യം നന്നായിട്ട് തലയുറ്റുന്നുണ്ട്. പക്ഷെ സാരല്ല, ഞാനായിട്ട് ചോദിച്ചു വാങ്ങിയതല്ലേ, തൽക്കാലം സഹിക്കാം. എത്ര കാലമായി നമ്മൾ ഗാർഡനൊക്കെ ഒന്ന് കാണിച്ചിട്ട്. ഞാൻ ഗാർഡനിൽ ഇറങ്ങിയിട്ടും കുറേ കാലമായിട്ടോ. വന്ന് ഇവിടെ ആയ ഉടനെ ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ പിടിച്ചതുകൊണ്ടും കുറച്ച് തണുപ്പുണ്ടാവുന്നതുകൊണ്ടും ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ചെറിയൊരു തണുപ്പേ ഉള്ളൂ കേട്ടോ. അധികം ഒരു 16-17 ഡിഗ്രിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മുന്തിരിയൊക്കെ വിഷ്ണു വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അടിയിലെ ഭാഗം ഒരു ലോഡ് മുന്തിരി പറിച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അതെല്ലാവർക്കും ഞാൻ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ബാക്കി ഇത്തവണ കുറച്ച് മുന്തിരി കൊണ്ട് നമുക്കൊന്ന് വൈനിട്ട് നോക്കണം എന്നൊരാഗ്രഹമുണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല, അതുകൊണ്ട് ശരിയാവുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ കുറച്ച് മുന്തിരികളും കൂടെ പറിക്കാൻ ബാക്കിയുണ്ട്. അതും കൂടെ പറിച്ച് നമുക്കൊന്ന് ഇത്തവണ വൈനിട്ട് നോക്കാം. ബാക്കി ഇലയൊക്കെ അത് ഏകദേശം പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശിശിരകാലം വരവായി. പിന്നെ ഈ ഒരു ടാങ്കിൻ്റെ അകത്തൊരു മാരക ക്ലീനിങ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ല ഈ ഒരു ടാങ്ക് ഒരു എക്കോ സിസ്റ്റം പോലെ വളർന്നു വലുതായി ഇരിക്കുകയാണെന്നുള്ളത്. പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു വലിയ ക്ലീനിങ് ഷെറീറും വിഷ്ണുവും വിനീതും കൂടെ തീർന്നിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിനേക്കാളും കൂടുതൽ ഷെറീറും വിനീതും കൂടെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അതൊന്നും കൂടെ നല്ലോണം വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് 2-3 മീനിനൊക്കെ ഇട്ട് നമുക്ക് മുകളിലൊരു നെറ്റൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു കാര്യം. പിന്നെ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ ഈ ഇലകളെല്ലാം നിലത്തെത്തുന്നുണ്ടായിരിക്കും. പിന്നെ ഈ ഗാർഡൻ ക്ലീനിങ് എനിക്കൊരു വലിയ പണിയായിരിക്കും. പിന്നെ ആപ്പിളിൻ്റെ ടൈം എല്ലാം കഴിഞ്ഞു. പേർ കുറേ വിഷ്ണു പറിച്ച് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു ചെടി എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ചെടിയാണ് ഈ ഒരു ഫെൻസ് ഇവിടെ പിടിച്ചു നിർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സോറിയാ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഗാർഡൻ്റെ വിശേഷം. ആൻഡ് ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് മുറിക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഗാർഡനിലോട്ട് ഇറങ്ങുന്നില്ല. വീടിൻ്റെ ക്ലീനിങ് നമുക്ക് ഏകദേശം തീർന്നു. ഇനിയും ഈ ഒരു വീഡിയോ ഞാൻ നീട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ അടുത്ത കൊല്ലം വരെ എത്തും, January 1 വരെ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എൻ്റെ ഓൾമോസ്റ്റ് വീടിൻ്റെ അകത്തുള്ള എല്ലാ ക്ലീനിങ്ങും തീർന്നു. കിച്ചൺ തീർന്നു, റൂം തീർന്നു, ബാത്റൂം തീർന്നു. എല്ലാം ഞാൻ ഏകദേശം ഒരു 3-4 ദിവസം എടുത്തിട്ടാണ് ക്ലീനിങ് തീർത്തത്. 2 ദിവസത്തിനുള്ള പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ പനി പിടിച്ചതുകൊണ്ട് ഞാൻ ബ്രേക്ക് എടുത്താൽ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീഡിയോസൊന്നും ബ്രേക്ക് എടുത്തിട്ടില്ലല്ലോ. എല്ലാ അതർ ഡേയും നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയും കൂടെ ആയിട്ടാണ് വീട്ടിലെ ക്ലീനിങ് കുറച്ച് ഡിലേ ആയി പോയത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി മൺഡേ തൊട്ട് മെല്ലെ റുട്ടീനിലോട്ട് കയറി തുടങ്ങണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ റുട്ടീൻ്റെ പറയാനുള്ള അവകാശം പോലും എനിക്കില്ല. കാരണം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 വീക്കായിട്ട് കാര്യമായിട്ടുള്ള വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ല. ബെയിലിനെയും കൊണ്ട് നടക്കാൻ പോകുമ്പോഴുള്ള പോക്കേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കത് ശരിക്കും ബോഡിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായി ഫുഡ് കഴിക്കുകയും ചെയ്യുക. നമ്മൾ വർക്കൗട്ട് ചെയ്യാതെ ഇരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ ഗെയിൻ ചെയ്ത പോലെ ഫീൽ ചെയ്യും. നമുക്ക് ബോഡി ഒന്ന് വെയിറ്റ് വെച്ചതുപോലെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വെയിറ്റ് വെക്കുന്നതും ഗെയിൻ ചെയ്യുന്നതൊന്നും എന്നെ ഭയങ്കര ബോദർ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീക്ക്ലി ഒരു 4 ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്താലാണ് നമുക്കൊരു ഹെൽത്തി ബോഡി കുറച്ചെങ്കിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോട്ട് കിടക്കണം. പിന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നോക്കി തുടങ്ങണം. പിന്നെ ഇപ്പം കംപ്ലീറ്റ്ലി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് കയ്യിൽ നിന്ന് പോയതുകൊണ്ട് നമുക്കിനി റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് പ്രോപ്പറായി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കട്ടെ. അപ്പോൾ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ. എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഈ വ്ളോഗ് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. തിരിച്ചുമെല്ലാം നമ്മുടെ കാര്യങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ കയറുന്നൊരു വ്ളോഗ് എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.